മലയാള സിനിമയ്ക്ക് ശ്രീനിവാസന്റെ സംഭാവനകൾ ഇല്ലാതെ മലയാള സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മലയാള സിനിമയുടെ ഒരു ഇറ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിലൊരു മാണിക്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ശ്രീനിവാസനെ വിളിക്കാൻ പറ്റും. ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മുകുന്ദനെ ഒന്നും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. നിന്നെ വളർത്തിയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ചതിക്കുകയാണ്. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന കാലത്തോളം കേൾക്കാനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും സന്ദേശം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഒരു സിനിമയെങ്കിലും ശ്രീനിവാസന്റെ കംബാക്കിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയുടെ മാത്രമല്ല, മലയാളത്തിന്റെ സ്വന്തം ശ്രീ താരം അല്ലെങ്കിൽ അഭിനേതാവ് എന്നതിനേക്കാളുപരി സംവിധായകൻ, അതിനേക്കാളുപരി തിരക്കഥാകൃത്ത്, ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലും കൈകടത്തി തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ശ്രീനിവാസൻ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ഒരിക്കലും മലയാളി മനസ്സിൽ നിന്നും പോകില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. എത്രയൊക്കെ വർഷം കഴിഞ്ഞാലും അദ്ദേഹം ഇല്ലാത്ത ഒരു സിനിമ ആലോചിക്കുമ്പോൾ മലയാള സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക മനസ്സിൽ ആ ഒരു വിങ്ങൽ എന്തായാലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. സത്യത്തില് ശ്രീനിവാസന്റെ ആ ഒരു രോഗശൈലി തന്നെ മലയാളി പ്രേക്ഷകരുടെ വിഷമം നമ്മൾ കണ്ടതാണ്. ഒരു കംബാക്ക് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായും ഒരു കോംബോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പഴയ സിനിമകളുടെ ഒരു തിരിച്ചറിവ് ശ്രീനിവാസിൽ നിന്നും അല്ലെങ്കിൽ വേഗം ഒന്ന് റിക്കവർ ആകണേ, വീണ്ടും ഒരു സിനിമയെങ്കിലും. ഒരുപാട് സിനിമകളൊന്നും മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ ഒരു സിനിമയെങ്കിലും ശ്രീനിവാസന്റെ കംബാക്കിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഈ 2025 വരെ, കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം സിനിമയിൽ അത്ര സജീവമല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ സിനിമകളിലെങ്കിലും അഭിനയിച്ച് 2025 വരെ അദ്ദേഹം സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ഇനിയും അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളും ധ്യാൻ ശ്രീനിവാസനായാലും വിനീത് ശ്രീനിവാസനായാലും ഇത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും സിനിമകൾ ചെയ്യിപ്പിക്കണം, തങ്ങളുടെ സിനിമകളിലൂടെ അദ്ദേഹം വീണ്ടും സജീവമാകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പല താരങ്ങളോടും ഇതിനെക്കുറിച്ച് പറയുന്നതും പല ഇന്റർവ്യൂസിൽ ധ്യാൻ ശ്രീനിവാസൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമ്മൾ ചിന്തിച്ചിരുന്നു, ഇനി അതൊക്കെ സാധ്യമാകുമോ, അല്ലെങ്കിൽ സാധ്യമായെങ്കിലെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതിന്റെ യഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമ്മളിൽ പലരും ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശ്രീനിവാസന്റെ ഇനിയിപ്പോ ഒരു സിനിമകൾ കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സിനിമകൾ എന്ന് പറയുന്നത് എവർഗ്രീൻ, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കുറെ അധികം ക്ലാസിക് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷേ നമുക്കത് കണ്ടിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് എന്റർടൈൻമെന്റിങ് തോന്നാത്ത ക്ലാസിക് സിനിമകളാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ആ ഒരു രീതിയെ പൊളിച്ചെഴുതിക്കൊണ്ടായിരുന്നു ശ്രീനിവാസന്റെ എവർഗ്രീൻ ക്ലാസിക് സിനിമകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന കാലത്തോളം കേൾക്കാനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും സന്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായിട്ട് ആ സിനിമകളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു വലിയൊരു പങ്കുണ്ട്. പിന്നെ അക്കാദമി അവാർഡുകള്, അതേപോലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ, അങ്ങനെ ആ ഒരു നടനെ ഒരിക്കലും മലയാള സിനിമ മറക്കില്ല എന്നുള്ളതാണ്. സംസ്ഥാന അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ, ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതൊരു സിനിമാ താരത്തെ അല്ലെങ്കിൽ ഏതൊരു നടനെയും സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ ജനമനസ്സുകൾ അവർ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യം തന്നെയാണ്. ആ ഒരു വശം ചിന്തിച്ചാൽ ശ്രീനിവാസന് പകരം വെക്കാൻ ഇനി ഒരു നടൻ വരുമോ എന്നുള്ളത് വലിയ ഒരു സംശയമാണ്. ശരിയാണ്. ഒരു നടനെ സംബന്ധിച്ച് ഇമോഷണൽ ക്യാരക്ടേഴ്സ്, കോമഡി ക്യാരക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു ഉർവശി, മലയാളത്തിലെ ഉർവശി പോലെ തന്നെയാണ് മലയാളത്തിന്റെ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. എന്ത് ക്യാരക്ടർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് അവിടെ ഓക്കെ ആണ്. മറ്റൊരാൾക്കും പകരം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നമ്മൾ പലരും ഇപ്പോ വിജയനും ദാസനുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അയ്യോ അച്ഛാ പോകില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലാസിക് ഡയലോഗുകൾ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതിനപ്പുറം ഇദ്ദേഹത്തിന്റെ സിനിമകളാണെങ്കിൽ പോലും സാധാരണക്കാരുടെ ശബ്ദമായിക്കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരിൽ നമ്മളൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കയ്യെത്താ ദൂരത്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെയും നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റഡ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളുടെ ജീവിതവുമായിട്ട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമകളായിരുന്നു. തീർച്ചയായും ചിന്താവിഷ്ടയായ ശ്യാമള, അതെ, ശ്രീനിവാസന്റെ അറബിക്കഥ, ഇതിന് മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മുകുന്ദനെ ഒന്നും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ കുറച്ചുനാൾ മുമ്പ് മോഹൻലാലിന്റെ ഒരു ഷോയ്ക്കകത്തില് അദ്ദേഹം ചന്ദ്രലേഖയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ചന്ദ്രലേഖ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്റെ ചുറ്റിലും അഭിനയിച്ചുകൊണ്ടിരുന്ന
ആൾക്കാരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു ചന്ദ്രലേഖ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചതാണ്, ഈ ക്യാരക്ടേഴ്സ് എല്ലാം മരിച്ചല്ലോ. സുകുമാരി അമ്മ പോയി, അതേപോലെ നെടുമുടി വേണു പോയി, ഇന്നസെന്റ്, അങ്ങനെ അത്ര ആൾക്കാരൊക്കെ പോയി. ഇനിയിപ്പോ ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ ഉള്ളല്ലോ. ശ്രീനിവാസനെ പറ്റി ആലോചിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇനി ചന്ദ്രലേഖ കാണാൻ മോഹൻലാലിന് വീണ്ടും സാധിക്കുമെന്നൊരു കാര്യം. കാരണം അദ്ദേഹം പിന്നീട് കാണുന്നില്ല എന്ന് പറഞ്ഞത് അത്രയും ആൾക്കാരെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് പോയി. കാരണം മലയാള സിനിമയുടെ ഒരു ഇറ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിലൊരു മാണിക്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ശ്രീനിവാസനെ വിളിക്കാൻ പറ്റും. മോഹൻലാൽ മാത്രമല്ല, പല പ്രമുഖ താരങ്ങളും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പലരും സംസാരിക്കുന്നത് പലരുടെയും സിനിമകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു എങ്ങനെയായിരുന്നു അദ്ദേഹം പല സെറ്റുകളിലും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഓരോ സിനിമയും അദ്ദേഹം നോക്കി കാണുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മറ്റുള്ള പല താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായത്. കാരണം ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിലൂടെയും തിരക്കഥാകൃത്തിന്റെ കാഴ്ചപ്പാടിലൂടെയും ഒരു നടൻ എന്ന നിലയിലും ഈ 3 പോയിന്റ് ഓഫ് വ്യൂയിലും അദ്ദേഹം ഒരു സിനിമയെ സമീപിച്ചാണ് അദ്ദേഹം സിനിമ ചൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഭയുടെ കഴിവിന്റെ കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഈ സാധാരണക്കാർക്ക് ദഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് ശ്രീനിവാസന്റെ സിനിമ തന്നെ. അതെ, നമുക്ക് പ്രത്യേകിച്ചൊരു കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ശ്രീനിവാസന്റെ സിനിമകൾക്കില്ല. വടക്ക് നോക്കി യന്ത്രം, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഒരു സിനിമ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന്റെ അപ്പുറത്തേക്കും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ആ സിനിമ കാണുക, അതിനകത്തിൽ ആ ക്യാരക്ടർ കരയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുക, വർഷങ്ങൾക്ക് ശേഷവും ആ ക്യാരക്ടറിനെ ആലോചിച്ച് നമ്മൾ വിഷമിക്കുക, ആ സിനിമയുടെ ഏതെങ്കിലും ഒരു പാർട്ട് കാണുമ്പോൾ തന്നെ ഇപ്പോഴും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എവർഗ്രീൻ സ്റ്റാറിന്റെ ആ ഒരു സിനിമയോടുള്ള ഒരു ആഗ്രഹം. ഈ മമ്മൂക്കയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, സിനിമ എന്ന് പറയുന്നത് അവരുടെ ജീവൻ പോലെയാണ്, അതില്ലെങ്കിൽ അവർക്കൊരു ലൈഫ് ഇല്ല എന്ന് പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ശ്രീനിവാസന്റെ സംഭാവനകൾ ഇല്ലാതെ മലയാള സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇനിയിപ്പോ അവസാന ചടങ്ങുകളിലേക്കൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനത്തിലേക്ക് വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇനിയും എത്ര വർഷം കഴിഞ്ഞാലും മലയാള സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മളെ പോലെ ഒരുപാട് തലമുറകൾ കടന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു നമ്മളൊക്കെ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ നമ്മൾ പോലും ആഗ്രഹത്തോടു കൂടി കാണുമ്പോൾ അതൊക്കെ അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇദ്ദേഹത്തിന് മാത്രമല്ല മറ്റു പല പ്രമുഖ താരങ്ങളുടെ അല്ലെങ്കിൽ പല അത്രയും കഴിവുള്ള താരങ്ങളുടെയും പിന്നണി പ്രവർത്തകരുടെയൊക്കെ കഴിവുകൾ തന്നെ. പക്ഷെ അപ്പോഴും നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭയെ നമ്മളൊക്കെ ഇനിയും ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ ഈ ഒരു ജീവിതകാലത്തിൽ അദ്ദേഹം നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം. അദ്ദേഹത്തിന്റെ ആ ഒരു മരണസമയത്ത് നമുക്ക് വിഷമത്തെക്കാളും ഉപരി ഒരു ബഹുമാനമാണ് തോന്നുന്നത്. കാരണം ആ ഒരു ഇറ, അല്ലെങ്കിൽ എനിക്കും ഹർഷയ്ക്കും ഒക്കെ അഭിമാനിക്കാം, ആ മനുഷ്യൻ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചല്ലോ എന്നൊരു അഭിമാനമാണ് പലപ്പോഴും തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന സംഭാവനകൾ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ സംഭാവനകളിലൂടെ അവർ വീണ്ടും ജീവിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ശ്രീനിവാസന് അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹം എന്നും ഓർക്കും. അതേപോലെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ഇതിനൊരു മടുപ്പൊന്നും തോന്നാൻ പോകുന്നില്ല. നമുക്ക് ഈ കാലഘട്ടത്തിലും നമ്മൾ ഈ റിലീസിലൊക്കെ കണ്ടിരുന്ന് ചിരിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്കിപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത തമാശകളാണെങ്കിലും അവരത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ ഒരു സത്യാവസ്ഥ. അപ്പോ ആ ഒരു മഹാനടന്റെ ആ ഒരു ഇറ, അല്ലെങ്കിൽ അതിനു മുൻപിൽ ആ ഒരു പ്രണാമം അർപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ മരിക്കുന്നില്ല. ശ്രീനിവാസൻ ഇനിയും തന്റെ ചിത്രങ്ങളിലൂടെ തന്നെ എക്കാലവും ജീവിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്.